ഇഡി ആക്രമണ കേസ് പ്രതികൾക്ക് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മുൻപും വഴിവിട്ട സഹായം. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഒപ്പിടണമെന്ന കോടതി ഉത്തരവും ലംഘിച്ചു. IP ബിനുവടക്കം ഒപ്പിടുന്നത് ഗ്രേഡ് SIക്ക് മുന്നിൽ. പോലീസ് സ്റ്റേഷന് മുന്നിൽ റീൽ ചിത്രീകരണം പതിവാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും ജനം TVക്ക് ലഭിച്ചു. ജനം ബിഗ് ബ്രേക്ക് വിവരങ്ങളുമായി രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ക്രിമിനലുകൾക്ക് കയറിയിറങ്ങാനുള്ളൊരു സ്ഥലമാണ്. അതായത് അവർക്കവിടെ സർവ്വ സ്വാതന്ത്ര്യങ്ങളുമുണ്ട്. CPMകാരാണെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ കിട്ടും. ഇപ്പോൾ അത് തെളിയിക്കുന്നതാണ് ഈ വാർത്ത. ED ഉദ്യോഗസ്ഥരെ പോലെ ആക്രമിക്കുന്നത് പോലെയുള്ളൊരു കൊടും കുറ്റം ചെയ്തിട്ട് അതിൽ പ്രതികളായ ആൾക്കാർക്കാണ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ സർവ്വ സൗകര്യങ്ങളും ലഭിക്കുന്നത്. രാജീവ്, ED ആക്രമണ കേസിലെ പ്രതികൾ IP ബിനു ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഓണം ആഘോഷിച്ചത് ഊഞ്ഞാലാടിയും ചെണ്ടകൊട്ടിയും മറ്റും പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഓണം ആഘോഷിച്ചത് ഒരുപക്ഷെ കേരളം ഞെട്ടലോടെയാണ് കേട്ടത്, അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ കണ്ടത്. ജനം TV ആയിരുന്നു ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. പ്രധാനമായും ഈ ഒപ്പിടുന്നതിന് വേണ്ടി, കോടതി ഉത്തരവ് പ്രകാരം ഒപ്പിടുന്നതിന് വേണ്ടി എത്തിയപ്പോഴായിരുന്നു ഈ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഓണാഘോഷത്തിൽ IP ബിനു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തത്. നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ധരിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ IP ബിനു ഉൾപ്പെടെയുള്ളവർക്ക് വാങ്ങി നൽകുകയും ചെയ്തിരുന്നു. അതേ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇവർ ഇവിടേക്ക് എത്തിയത്. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഓണാഘോഷങ്ങളിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എല്ലാവിധ സഹായങ്ങളും സംരക്ഷണങ്ങളും, വഴിവിട്ട സഹായങ്ങൾ IP ബിനു ഉൾപ്പെടെയുള്ള ED ആക്രമണ കേസ് പ്രതികൾക്ക് ലഭിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പുതിയ ദൃശ്യങ്ങളിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. കോടതി ഉത്തരവനുസരിച്ചാണെങ്കിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥര് മുൻപിലെത്തി ഒപ്പിടണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ IP ബിനു ഉൾപ്പെടെയുള്ളവർ ഒപ്പിടുന്നത് ഗ്രേഡ് SIക്ക് മുന്നിലാണ്. ആ രീതിയിലുള്ള വഴിവിട്ട സഹായങ്ങൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുൻപിൽ ലഭിക്കുന്നു. മാത്രമല്ല, ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഏത് സമയത്തും റീൽസ് ചിത്രീകരണം ഇവിടെ പതിവാണ്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ എത്തുമ്പോൾ റീൽസ് കൂടി ചിത്രീകരിച്ചാണ് ഈ സംഘം മടങ്ങുന്നത്. അതിന് പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു. യാതൊരു തരത്തിലും ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് തടയാനുള്ള ശ്രമം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ആ രീതിയിലുള്ള വഴിവിട്ട സഹായങ്ങൾ പലതവണയായി IP ബിനു ഉൾപ്പെടെയുള്ളവർക്ക് ലഭിക്കുന്നു. നമുക്കറിയാം, നേരത്തെ CPM ഭരിക്കുന്ന സമയത്ത് തിരുവനന്തപുരം നഗരം ഭരിച്ചുകൊണ്ടിരുന്നത് IP ബിനു ഉൾപ്പെടെയുള്ള CPM ക്രിമിനലുകളായിരുന്നു. അവർക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ലഭിച്ചിരുന്നു. കാരണം നേരത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ സഞ്ചരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ വാഹനം തടയുന്ന ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ പലതവണ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പോലീസിൽ നിന്ന് കൃത്യമായി വിവരങ്ങൾ ചോർത്തി നൽകി എന്ന തരത്തിലുള്ള ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഒക്കെ നടന്നിരുന്നു. അന്നും IP ബിനു ഉൾപ്പെടെയുള്ളവർ നേതൃത്വത്തിലായിരുന്നു ഗവർണറുടെ വാഹനം പലതവണ തടഞ്ഞത്. അന്ന് CPMന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സംരക്ഷണവും ഇവർക്ക് ലഭിച്ചിരുന്നു. അതേ രീതിയിലുള്ള സംരക്ഷണം ഇപ്പോൾ UDF ഭരിക്കുമ്പോഴും IP ബിനു ഉൾപ്പെടെയുള്ളവർക്ക് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് അതുതന്നെയാണ്. മാത്രമല്ല, മ്യൂസിയം SHO പ്രശാന്ത് നേരത്തെ LDF ഭരിക്കുന്ന സമയത്ത് ഭരണപക്ഷ യൂണിയന്റെ നേതൃസ്ഥാനത്തിരുന്ന വ്യക്തിയാണ്. അതേ വ്യക്തിക്ക് തന്നെ UDF അധികാരത്തിൽ വന്ന സമയത്തും പ്രധാനപ്പെട്ട സ്റ്റേഷന്റെ ചുമതല നൽകിയ എന്ന തരത്തിലുള്ള വിമർശനം വളരെ ശക്തമായി കോൺഗ്രസിൽ തന്നെ ഉയർന്നിരുന്നു. മ്യൂസിയം SHO ആയി പ്രശാന്തിനെ നിയമിച്ചത് കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയാണ്. ആ പ്രശാന്തിന്റെ നേതൃത്വത്തിലായിരുന്നു ED ഉദ്യോഗസ്ഥർക്ക് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യുന്ന വേളയിൽ എല്ലാവിധ സുരക്ഷയും ഒരുക്കാൻ വേണ്ടി നിയോഗിച്ചിരുന്നത്. ആ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട്, അതായത് അവിടെ CPM ക്രിമിനലുകൾ എത്തുമ്പോൾ അവരെ തടയാനുള്ള യാതൊരു തരത്തിലുള്ള ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവർക്ക് അവിടെ തമ്പടിക്കാനുള്ള എല്ലാ ഒത്താശയും മ്യൂസിയം SHO ആയിരുന്ന പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ചെയ്തു നൽകിയെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പോലും പരാമർശിക്കുന്നത്. ആ രീതിയിലുള്ള സംരക്ഷണം ഒരുക്കിയ അതേ ആളുകൾ തന്നെയാണ് നിലവിലിപ്പോൾ ഈ ED ആക്രമണ കേസ് പ്രതികൾക്ക് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ റീൽസ് എടുക്കാനും അതുപോലെ തന്നെ ഓണാഘോഷങ്ങൾ നടത്താനും സ്ഥിരമായി അവസരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള വഴിവിട്ട സഹായങ്ങൾ ചെയ്തു നൽകിയിരിക്കുന്നത്. അപ്രജിത്ത്, രാജീവ്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന സമയത്തും അതിൽ ഈ പറയുന്ന പ്രതികൾക്ക്, ഈ CPMന്റെ കൊടും ക്രിമിനലുകൾക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെയുള്ള ബന്ധം നമ്മളിനി കാണാതെ പോകാതിരിക്കാൻ കഴിയില്ല. കാരണം തിരുവനന്തപുരം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമാറ്റി മാറ്റാൻ ഇവർക്ക് കഴിഞ്ഞത് ഈ ഉദ്യോഗസ്ഥരുടെ സഹായം കൊണ്ടാണെന്ന സംശയങ്ങളും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതിൽ ED അടക്കം നിർണായകമായ നീക്കങ്ങളും ആരംഭിച്ചതായി നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത്രയും കാലം ഈ മ്യൂസിയം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ, അവിടെ ഉണ്ടായിട്ടുള്ള ഇടപെടലുകൾ, അവിടെയെല്ലാം ഈ ഗുണ്ടാ സംഘങ്ങൾ, ക്രിമിനൽ സംഘങ്ങൾ ഇടപെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയും ശക്തമല്ലേ രാജീവ്?
പ്രജിത്ത്, വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വാടക വീട്ടിലേക്കാണ് ചോദ്യം ചെയ്യാനായി ഇ ഡി ഉദ്യോഗസ്ഥർ എത്തുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ IPB ഉൾപ്പെടെയുള്ള CPM പ്രവർത്തകർ അവിടേക്ക് എത്തുന്നു. CPM ക്രിമിനലുകൾ അവിടേക്ക് എത്തുന്നു. അവിടെ തമ്പടിക്കുന്നു. സാധാരണ രീതിയിൽ ഈ രീതിയിൽ പ്രവർത്തകരോ മറ്റാരെങ്കിലുമോ അവിടേക്ക് എത്തുകയാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടക്കുകയാണ്, പരിശോധനകൾ നടക്കുകയാണ്. ആ സമയത്ത് അവരെ അവിടെ നിന്ന് നീക്കം ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ മ്യൂസിയം പോലീസ് അനങ്ങുന്നില്ല. യാതൊരു തരത്തിലുള്ള ഇടപെടലും മ്യൂസിയം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ഇതിനുശേഷം ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇ ഡി ഉദ്യോഗസ്ഥർ ഇറങ്ങുന്നത് ഒരു ജനക്കൂട്ടത്തിന് നടുവിലേക്കാണ്. അക്രമകാരികളായ നിരവധി ആളുകൾ അവിടെ നിൽക്കുന്നു. ആ ആൾക്കൂട്ടത്തിന് നടുവിലേക്കാണ് ഇ ഡി ഉദ്യോഗസ്ഥർ എത്തുന്നത്. അവരെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടാകുന്നു. കൊലപ്പെടുത്താനുള്ള ശ്രമം പോലും അവിടെ ഉണ്ടാകുന്നു. ഇത് ദൃശ്യങ്ങളിൽ പരിശോധിച്ചാൽ പോലും മനസ്സിലാകും. അവിടെ പോലീസ് ഇവരെ തടയാനുള്ള യാതൊരു തരത്തിലുള്ള ശ്രമങ്ങളും നടത്തുന്നില്ല. ഉദ്യോഗസ്ഥർക്ക് യാതൊരു സുരക്ഷയും ഒരുക്കുന്നില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയതാണ്. മാത്രമല്ല, ആ സമയത്ത് അവിടെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്നത് മ്യൂസിയം SHO പ്രശാന്താണ്. പ്രശാന്തിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ LDF ഭരിക്കുന്ന സമയത്ത് ഭരണപക്ഷ യൂണിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു പ്രശാന്ത്. ആ പ്രശാന്തിനെയാണ് UDF അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ തന്ത്രപ്രധാനമായ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ ചുമതല തന്നെ നൽകി നിയമിച്ചത്. ആ ഘട്ടത്തിൽ തന്നെ കോൺഗ്രസിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഏതായാലും ഇപ്പോഴും പ്രശാന്തിന് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ലഭിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ED ആക്രമണ കേസ് ഏതൊക്കെ തരത്തിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചോ, അല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതികളെ ഏതൊക്കെ തരത്തിൽ സംരക്ഷിച്ചോ അതേ രീതിയിലുള്ള സംരക്ഷണങ്ങൾ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നാണ് പുറത്തു വരുന്ന ഓരോ റീൽസും ഓരോ ദൃശ്യങ്ങളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ LDF അല്ല ഭരിക്കുന്നത്, കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രിയാണ് ഭരിക്കുന്നത്. ആ ഘട്ടത്തിൽ പോലും CPMന്റെ ഈ ക്രിമിനലുകൾക്ക് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എല്ലാവിധ സഹായങ്ങളും ലഭിക്കുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾക്ക്, കോടതി പോലും കണ്ടെത്തിയ രീതിയിലുള്ള പ്രതികൾക്ക് എല്ലാവിധ സഹായങ്ങളും സംരക്ഷണവും ഇപ്പോഴും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഒരു തവണയല്ല പലതവണയായി ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ഇടപെടാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും കഴിയുന്നില്ല. അത്തരത്തിൽ നാണംകെട്ട അവസ്ഥയിലേക്ക് പോലീസ് മാറുന്നു എന്നതും ഏറ്റവും പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഏതായാലും ED ഈ വിഷയത്തെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ED നേരിട്ട് ഈ വിഷയത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇടപെടൽ കൂടി ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതനുസരിച്ചാണെങ്കിൽ കേന്ദ്ര ഇന്റലിജൻസും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മ്യൂസിയം പോലീസാണ്. ആ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതികൾ കാട്ടിക്കൂട്ടുന്നതാണ് ദൃശ്യങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രജിത്ത്.